ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിൽ കയറിയ മലയാള ചിത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. 13ാം സ്ഥാനത്ത് പുലിമുരുകനാണ്. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി നേടിയ പുലിമുരുകൻ. 36 ദിവസം കൊണ്ടാണ് പുലിമുരുകൻ 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 12ാം സ്ഥാനത്ത് ടൊവിനോ തോമസ് നായകനായ ARM ആണ്. ചിത്രം 31 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 11ാം സ്ഥാനത്ത് പ്രേമലു ആണ്. നസ്രീൻ, മമിത ബൈജു എന്നിവർ അഭിനയിച്ച ഈ ചിത്രം 31 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 10ാം സ്ഥാനത്ത് മാർക്കോയാണ്. മാർക്കോ 24 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 9ാം സ്ഥാനത്ത് ഉള്ളത് ഫഹദ് ഫാസിൽ നായകനായ ആവേശമാണ്. ആവേശം 13 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 8ാം സ്ഥാനത്ത് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറാണ്. ചിത്രം 12 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബ് എന്ന നേട്ടം കൈവരിച്ചത്. 7ാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ആണ്. 12 ദിവസം കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് 100 കോടി നേട്ടം കൈവരിച്ചത്. 6ാം സ്ഥാനത്ത് 2018 എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം 11 ദിവസം കൊണ്ടാണ് വേൾഡ് വൈഡ് 100 കോടി കളക്ഷൻ നേടിയത്. 5ാം സ്ഥാനത്ത് നിവിൻ പോളി നായകനായി ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സർവ്വം മായയാണ്. ചിത്രം 10 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബ് എന്ന നേട്ടം കൈവരിച്ചത്. 4ാം സ്ഥാനത്ത് ആടുജീവിതമാണ്. പൃഥ്വിരാജ് നായകനായ ഈ ചിത്രം 9 ദിവസം കൊണ്ടാണ് വേൾഡ് വൈഡ് 100 കോടി കളക്ഷൻ നേടിയത്. 3ാം സ്ഥാനത്ത് ലോകയാണ്. കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ഈ ചിത്രം 7 ദിവസം കൊണ്ടാണ് വേൾഡ് വൈഡ് 100 കോടി കളക്ഷൻ നേടിയത്. 2ാം സ്ഥാനത്ത് തുടരുമാണ്. മോഹൻലാൽ നായകനായ ഈ ചിത്രം 6 ദിവസം കൊണ്ടാണ് വേൾഡ് വൈഡ് 100 കോടി കളക്ഷൻ നേടിയത്. 1ാം സ്ഥാനത്ത് എമ്പുരാനാണ്. 2 ദിവസം കൊണ്ടാണ് വേൾഡ് വൈഡ് 100 കോടി കളക്ഷൻ എന്ന നേട്ടം എമ്പുരാൻ കൈവരിച്ചത്.